ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടും ആ ബന്ധവും ആ വ്യക്തിയെയും എനിക്ക് നഷ്ടപ്പെട്ടു. ഇത് പതിവായി കേൾക്കുന്ന ഒരു പരാതിയാണ്. ഒരുപാട് ആത്മാർത്ഥമായി ഒരു വ്യക്തിയെ സ്നേഹിക്കുകയും ഒരുപാട് എഫേർട്ട് ഒക്കെ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ? പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് യോജിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമുക്കൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബന്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാനായി സാധിക്കും. അതുപോലെ തന്നെ ഈ വ്യക്തി നമുക്ക് അനുയോജ്യനായ ഒരു വ്യക്തി അല്ല എന്നുണ്ടെങ്കിലും നമുക്കത് ബന്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ ബന്ധത്തില് ഭയങ്കരമായിട്ടുള്ള സന്തോഷമോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. നിങ്ങൾ കൂടുതലായിട്ട് ഹേർട്ട് ചെയ്യപ്പെടുകയും ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടുന്നത് പോലെയും ആയിരിക്കും ആ ബന്ധത്തിലെ ഓരോ നിമിഷങ്ങളും കടന്നു പോകുന്നത്. തുടക്കം മുതൽ തന്നെ അതിന്റെ സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ആ വ്യക്തിയോട് തോന്നിയ സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ ഒരുപാട് പരിശ്രമിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ എന്ത് ചെയ്യും, മാറ്റിയെടുക്കാൻ ശ്രമിക്കും. അവിടെ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയേ ഉള്ളൂ. കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പോലൊരു അവസ്ഥയാണ്. അപ്പൊ ബന്ധങ്ങളുടെ തുടക്കത്തിൽ തന്നെ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. അത് യാഥാർത്ഥ്യത്തെ തന്നെയാണ് കാട്ടുന്നത്. ഒരു വ്യക്തി നമുക്ക് അനുയോജ്യനായോ അല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് ദ പേഴ്സൺ എന്ന് ഈ എന്റെ യൂണിവേഴ്സിന് അറിയാമെങ്കിൽ അത് നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതല്ല എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂവ് ഓൺ ആകുന്ന ആ മൊമെന്റ് വരെ നമുക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ ആ ബന്ധങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം.